യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. പൂട്ടുപൊളിപ്പിച്ചതും ഡോർ ചവിട്ടി പൊളിക്കാൻ പറഞ്ഞതും എല്ലാ കളക്ടർ തന്നെയാ. സൂക്ഷിക്കണം സർ, അവള് വിചാരിച്ചത്ര നിസ്സാരക്കാരിയല്ല. ഇനി എന്താണ് അവളുടെ പ്ലാൻ എന്നതിൽ എന്തെങ്കിലും സൂചന കിട്ടിയായിരുന്നോ? നോ ഐഡിയ. എന്തായാലും ആ തള്ളെ അവിടെ കയറ്റി താമസിപ്പിച്ചില്ലേ, ഇനി ഒരു കുടിയൊഴിപ്പിക്കൽ അത്ര എളുപ്പമാവാൻ സാധ്യതയില്ല സർ. ഉള്ളത് പറയാലോ, അവളെ ഒതുക്കി ചവിട്ടിക്കൂട്ടി കയ്യിലെടുത്തില്ലെങ്കിൽ ഒരു തലവേദനയാവുന്നുള്ള കാര്യം ഉറപ്പാ. ദേ, ആ ഭൂമി കിട്ടാൻ അവിടെ കൺസ്ട്രക്ഷൻ തുടങ്ങാനും പറ്റില്ല. ഒത്ത നടുക്കായിട്ടാ ആ തള്ളയുടെ വസ്തു കിടക്കുന്നത്. തൽക്കാലം ഉത്തമം ഫോൺ വെച്ചോ. എന്താ വേണ്ടെന്ന് വെച്ചാ ഞാൻ ചെയ്തോളാം. കോൾ ഡയാന നൗ. അവളോട് തങ്കശ്ശേരിയിലേക്ക് വരാൻ പറ. ക്രിസ്റ്റി, എന്റെ ബോട്ടിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കും. 24 hours നിനക്ക് ഞാൻ തരും. 15 lakh rupees, 15 ലക്ഷം. അത് തന്നിരിക്കണം. അല്ലെങ്കിൽ ഈ കടലിന് നടുക്കിട്ട് എല്ലാം ഞാൻ കത്തിക്കും. കേട്ടോ? വെറുതെ ഇരുന്ന് ഇങ്ങനെ കോട്ടുവാ ഇടല്ലേ അച്ഛമ്മ. അപ്പൊ നിനക്ക് കോട്ടുവായിടല്ലേ? അതെ, എന്റെ മുമ്പിൽ വന്നിങ്ങനെ കോട്ടുവാ ഇട്ടാ ഞാൻ എന്ത് ചെയ്യാനാ? വെറുതെ എന്നെയും കൂടി നാണം കെടുത്തു ഈ അച്ഛമ്മ. മോളെ, നിന്റെ വിനീതങ്ങളെ വിളിക്കുന്നേ. നമ്മളെ കാണാഞ്ഞിട്ട് വിളിക്കായിരിക്കും. എടുക്കച്ചമ്മ, കാര്യം അറിയാലോ. ഹലോ, എന്താടാ വിനീത്? അതെ, നിങ്ങളെ കളക്ടറേറ്റിൽ താമസമാക്കിയോ? ഇങ്ങോട്ട് വരാനുള്ള ഉദ്ദേശമൊന്നും ഇല്ലേ? ഇവിടെ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും സുന്ദരി മോള് പോലീസും പട്ടാളവും പരിവാരങ്ങളുമായിട്ട് ഇറങ്ങി ഒരൊറ്റ പോക്ക്. ഞാനും മഴമോളും കൂടി ഇവിടെ ഇരുന്ന് ബോറടിച്ച് മടുത്തിരിക്കുക. അത് കൊള്ളാം. നിങ്ങളെന്തിനാ അവിടെ ഇരുന്ന് ഇങ്ങനെ ബോറടിക്കുന്നത്? സുന്ദരിക്ക് സുന്ദരിയുടെ ജോലികൾ കാണില്ലേ? നിങ്ങൾക്ക് പോന്നൂടെ? ഞങ്ങൾ എങ്ങനെ വരണമെന്നാ നീ പറയുന്നേ?
എങ്കി പിന്നെ നീ കാർ എടുത്തിട്ടിങ് വാ, ഞങ്ങൾ അതില് വരാം. അവിടെ ഓഫീസിൽ ആരെങ്കിലും കാണുമല്ലോ. ഒരു ടാക്സി പിടിച്ചു തരാൻ പറഞ്ഞാൽ അവർ പിടിച്ചു തരില്ലേ? ഇതിനിപ്പോ ഞാൻ അവിടെ വരെ വരേണ്ട കാര്യം വല്ലതും ഉണ്ടോ? ടാക്സ് പിടിച്ചു വരാനോ? നോൺസെൻസ്. ഞങ്ങൾ ആരാണെന്ന് നിനക്കറിയാമോ? ഒന്ന് കളക്ടറുടെ അച്ഛമ്മ, ഒന്ന് കളക്ടറുടെ മോള്. അതൊന്നും നടക്കുന്ന കാര്യമല്ല. അച്ഛമ്മേ, ഞാൻ പറഞ്ഞോളാം. സംസാരിക്ക. അതെ വിനീതങ്ങളെ, അമ്മയുടെ കാറിലാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അമ്മയുടെ കാറിലാ വന്നതെങ്കിൽ അമ്മയുടെ കാറിലെ നമ്മളെ തിരിച്ചു വരൂ, കേട്ടോ? അങ്കിള് ഫോൺ വെച്ചേ. ഓക്കെ, ബൈ. അല്ല പിന്നെ എന്തു പറഞ്ഞു? ആ അതെ വിനീതങ്ങളെ, അമ്മയുടെ കാറിലാണ് ഞങ്ങൾ വന്നത്. അമ്മയുടെ കാറിലാണ് ഞങ്ങൾ വന്നതെങ്കിൽ അമ്മയുടെ കാറിലെ തിരിച്ചു വരും. അങ്കിള് ഫോൺ വെച്ചേ, എന്നിട്ട് ബൈന്ന്. ചില നേരത്തെ മഴമോളുടെ പെരുമാറ്റം കണ്ട വൈകുമാരുടെ മുമ്പേ വന്ന് നിൽക്കുന്നത് പോലെ തോന്നും. അതേ കുറുമ്പും വാശി. പാവം, അച്ഛനും ഇല്ല അമ്മയും ഇല്ല. ചില നേരത്ത് സങ്കടം തോന്നും ആ കുഞ്ഞിനെ കാണുമ്പോ. സത്യത്തില് അവള് ഭാഗ്യം ചെയ്തവളാ വിനീതേട്ടാ. സുന്ദരി ചേച്ചിയുടെ മകളായിട്ട് ജീവിക്കാൻ പറ്റുന്നില്ലേ? ഏറ്റവും നല്ലൊരു അമ്മയാ സുന്ദരി ചേച്ചി, അതെനിക്ക് ഉറപ്പുണ്ട്. തൽക്കാലം അത് വിട്ടുകളയാം മേഡം. കഴിഞ്ഞത് കഴിഞ്ഞില്ലേ? കഴിഞ്ഞത് കഴിഞ്ഞില്ലേ, എല്ലാം വിധി. നമ്മൾ ഏത് അവസരത്തിലും ഉപയോഗിക്കാൻ കാണാതെ പഠിച്ചു വെച്ചിരിക്കുന്ന വാചകങ്ങളാണിത്. നമ്മൾ കാണിക്കുന്ന ഓരോ പ്രവൃത്തികൾ മൂലം ഉണ്ടാകുന്ന പരാജയത്തിന്റെ ഭാരം കുറച്ച് ആശ്വസിക്കാൻ കണ്ടെത്തുന്ന വഴി. ഒന്ന് ആലോചിച്ചു നോക്കിയ ഉത്തമൻ സാറേ, ഇപ്പൊ പറഞ്ഞ വാചകങ്ങളാണോ ശരി? അതില് നീതിയുണ്ടോ? കറക്റ്റാണ്. ഈ ചോദ്യം ഞാൻ മാഡത്തിൽ നിന്ന് പ്രതീക്ഷിച്ചതുമാണ്. അതിനുള്ള മറുപടി ഞാൻ പറയാം. മറുപടി തർക്കത്തരമായിരിക്കുമെന്ന് ഒറ്റ ദിവസം കൊണ്ട് എനിക്ക് ബോധ്യമായതാ. ഒരമ്മ നീതിക്ക് വേണ്ടി, അവരുടെ ഭാഗത്ത് ശരി ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി അവരധ്വാനിച്ചുണ്ടാക്കിയ മണ്ണിലും അതിലുണ്ടാക്കിയ കോരയിലും ഒന്ന് അന്തി ഉറങ്ങുന്നതിന് വേണ്ടി ദിവസങ്ങളോളം ഈ ഓഫീസിന്റെ വരാന്തയിൽ നിരാഹാര സമരം ഇരുന്നിട്ടും ഇവിടെ ആർക്കും അത് ബോധ്യമായില്ല എന്ന് പറയുമ്പോ അതിനെ വിധിയെന്ന് പറഞ്ഞ് തള്ളിക്കളയാനാവില്ല ഉത്തമൻ സാറേ എനിക്ക്. ഒരു കാര്യം ഞാൻ പറയാം, ജനങ്ങൾ പലതരത്തിൽ അടയ്ക്കുന്ന നികുതിയുണ്ട് നമ്മുടെ നാട്ടിൽ. ആ നികുതി പണം കൊണ്ട് ജീവിക്കുന്നവരാ നമ്മളൊക്കെ. ഒരല്പം താഴ്ത്തിക്കെട്ടി പറഞ്ഞ എല്ലാ മാസവും ജനങ്ങൾ മുണ്ട് മുറുക്കിയെടുത്ത് പിരിവെടുത്താണ് നമ്മുടെയൊക്കെ കുടുംബത്തെ തീറ്റിപ്പോറ്റുന്നത്. മേഡം തന്നെ ഇങ്ങനെ പറഞ്ഞ ഇങ്ങനെ പറയൂ. വർഗബോധവും തൊഴിൽ സ്നേഹമൊക്കെ നല്ലത് തന്നെയാ. അത് ജനങ്ങളെ സേവിക്കാൻ കൂടി ആവണമെന്ന് ഞാനൊന്ന് ഓർമ്മപ്പെടുത്തിയതാ. ഞാൻ സബ് കളക്ടറായി ഇരുന്നപ്പോ പോലും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്. നമ്മുടെ സ്റ്റാഫുകൾ ഓഫീസിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഏത് വിധത്തിൽ ഓഫീസിൽ നിന്ന് മുങ്ങാവുന്ന ചിന്തയാണ്. പരമാവധി സമയം ക്യാൻറ്റീനിൽ കഴിച്ചുകൂട്ടും, അതും അല്ലെങ്കിൽ മറ്റ് ആക്ടിവിറ്റീസ്. പക്ഷെ അത് ഇവിടെ നമ്മുടെ ഓഫീസിൽ വേണ്ട. പറഞ്ഞത് കേട്ടല്ലോ, നമ്മളുടെ ഓഫീസ്. എന്റെ ഓഫീസ് എന്നൊരു വാക്ക് പോലും ഞാൻ ഉപയോഗിക്കുന്നില്ല. ഇവിടം അത്തരത്തിൽ ജനകീയമാകണം. ഒരു പരാതിയുമായി വരുന്ന ആളെ പോയിട്ട് നാളെ വായെന്ന് കൊടുത്ത പരാതി ഒന്ന് വായിച്ചു നോക്കുക പോലും ചെയ്യാതെ പറഞ്ഞു വിടുന്ന സ്ഥിരം ക്ലീശകൾ നമുക്ക് മാറ്റിവെക്കാം. ഓ